എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ നല്ലോണം അഭിമാനിക്കുന്നു. ഒരു മോനേ ഉള്ളൂ, അഭിമാനിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ കേരള സാഹിത്യോത്സവിലെ കലാപ്രതിഭയായിട്ടുള്ള മുഹമ്മദും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവുമാണ്. കണ്ണൂരിൽ നിന്നുമാണ് ഇവർ എത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് ചോദിച്ചറിയാം, ഇപ്രാവശ്യത്തെ സാഹിത്യോത്സവിൽ ഏതൊക്കെ മത്സരങ്ങളാണുള്ളത്, എത്രത്തോളം അതിനുമായിട്ടുള്ള എഫേർട്ടുകളാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പിന്നാമ്പുറവും എത്രത്തോളം മത്സരം കഴിഞ്ഞു, നാളെ മത്സരങ്ങളുണ്ടോ, കാര്യങ്ങൾക്കൊന്ന് വിശേഷങ്ങളൊന്നും അറിയാം. ഇന്ന് ജനറൽ സംഘാനം കാറ്റഗറിയെ കഴിഞ്ഞു, മത്സരം വന്നു, സെക്കൻഡാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉറുദു പദ്യം ഉണ്ടായിരുന്നു ഇന്ന്, അത് കഴിഞ്ഞു, അതിന് റിസൾട്ട് വന്നിട്ടില്ല. പിന്നെ നാളെ ഇവിടെ വേദി 1 മാപ്പിളപ്പാട്ട്. ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ നമുക്കറിയാം പിതാവിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ നല്ലോണം അഭിമാനിക്കുന്നു. ഒരു മോനേ ഉള്ളൂ, അഭിമാനിക്കുന്നു. കാരണം വെച്ചാൽ ഒന്ന് സാഹിത്യോത്സവ്, പിന്നെ സ്കൂൾ സഹോദയ, ഇതിലൊക്കെ മത്സരിച്ചിട്ട് അൽഹംദുലില്ലാ ഇതുവരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം കലാപ്രതിഭയായി. കാരണം എന്നെ സംബന്ധിച്ചോളം സാഹിത്യോത്സവിൽ കലാപ്രതിഭയാകുക എന്നുള്ളത്, സ്റ്റേറ്റിൽ ഒരു വിന്നറാകുക എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല സാഹിത്യോത്സവം അവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ മത്സരങ്ങളിലൊക്കെ ഓരോന്നും അവർ അന്വേഷിക്കും. ഇന്നലെ ഞങ്ങൾ അവിടെ പുറപ്പെടുന്നത് തൊട്ടിട്ട് ഇന്ന് ഇവിടെ എത്തിയപ്പോഴും ഈ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയം പോലും അവരെന്തായുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവനെ നന്ന ഉയർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞാൻ അതിന് എല്ലാവിധ കടപ്പാടും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ കണ്ണൂരിൽ നിന്നാണല്ലോ ചേരുന്നത് അല്ലേ? കണ്ണൂർ ഏതാ സ്ഥലം? കണ്ണൂർ മട്ടന്നൂർ വെളിയമ്പ്ര പഴശ്ശി ഡാമിൻ്റെ അടുത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും ഇനിയും ഒരുപാട് സാഹിത്യോത്സവത്തിൽ കണ്ടുമുട്ടണം, ഇനിയും അറിയാം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്.